ദേശീയ തലത്തിൽ തന്നെ NCP വലിയ പ്രതിസന്ധിയെയാണ് നേരിടുന്നത്. ശരത് പവാർ രൂപീകരിച്ച ആ പാർട്ടിക്ക് ഇന്ന് അവരുടെ ചിഹ്നം പോലും ഇല്ലാത്ത അവസ്ഥ. സംസ്ഥാനത്തും സ്ഥിതി വ്യത്യസ്തമല്ല. ഒരു ഭൂകമ്പമായി, അഗ്നിപർവ്വതമായി സംസ്ഥാനത്തും NCP നിൽക്കുകയാണ്. ഏതു നിമിഷവും ആ അഗ്നിപർവ്വതം പൊട്ടിത്തെറിക്കാം. മന്ത്രി AK ശശീന്ദ്രൻ ഒരു ഭാഗത്ത്, PC ചാക്കോ മറുഭാഗത്ത്. മന്ത്രിമാറ്റവുമായി ബന്ധപ്പെട്ട ചർച്ചകളൊക്കെ നടക്കുന്ന ഘട്ടത്തിൽ ഈ വിഷയം സമൂഹത്തിലും സജീവ ചർച്ചയാണ്. എന്താണ് NCPയിൽ സംഭവിക്കുന്നത്? BMH കണ്ണൂർ വിഷൻ ക്വസ്റ്റ്യൻ അവർ ഇന്ന് ഈ വിഷയമാണ് പരിശോധിക്കുന്നത്. NCPയുടെ സംസ്ഥാന സെക്രട്ടറി MP മുരളി ഇന്ന് ക്വസ്റ്റ്യൻ അവറിൽ നമ്മളോടൊപ്പം അതിഥിയായി ചേരുകയാണ്. ഉമ്മൻചാണ്ടിയുടെ കണ്ണൂരിലെ ഏറ്റവും വിശ്വസ്തനായ നേതാക്കളിൽ ഒരാളായിരുന്നു MP മുരളി. ഹൈക്കമാൻഡ് ഉമ്മൻചാണ്ടിയെ അവഗണിക്കുന്നു എന്ന് ആരോപിച്ചുകൊണ്ടാണ് അദ്ദേഹം KPCC സെക്രട്ടറി സ്ഥാനം രാജിവെച്ചത്. പിന്നീട് കോൺഗ്രസ് വിട്ടു. കോൺഗ്രസിന്റെ പാരമ്പര്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് പ്രവർത്തന മണ്ഡലങ്ങളിലാകെ കഴിഞ്ഞ പതിറ്റാണ്ടുകൾ നിലനിന്ന MP മുരളി ആ പാരമ്പര്യമുള്ള പാർട്ടി എന്നുള്ള നിലയിലാണ് NCPയിൽ ചേർന്നത്. NCPയുടെ സംസ്ഥാന സെക്രട്ടറിയുമായി ആ പാർട്ടിയിൽ ഇന്ന് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ ഞങ്ങൾ MP മുരളിയോട് ചോദിക്കുകയാണ്. അദ്ദേഹം മനസ്സ് തുറന്ന് ഞങ്ങളോട് മറുപടി നൽകും എന്ന പ്രതീക്ഷയോടെ എല്ലാ പ്രേക്ഷകർക്കും കണ്ണൂർ വിഷൻ BMH ക്വസ്റ്റ്യൻ അവറിലേക്ക് ഹൃദ്യമായ സ്വാഗതം. സ്വാഗതം ശ്രീ MP മുരളി. എന്താണ് ശരിക്കും NCPയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? NCP ഒരു പ്രതിസന്ധിയിലായിട്ട് മാസങ്ങളല്ല, മഹാരാഷ്ട്ര തെരഞ്ഞെടുപ്പ് നടക്കുന്ന ആ സമയം മുതൽ സത്യത്തിൽ NCP പ്രതിസന്ധിയിലായിരുന്നു. കാരണം മഹാരാഷ്ട്രയിൽ ചോദ്യം ചെയ്യപ്പെടാത്ത, അല്ലെങ്കിൽ ഇന്ത്യയിൽ തന്നെ ചോദ്യം ചെയ്യപ്പെടാത്ത നേതാവായിരുന്നു ശരത് പവാർ. അദ്ദേഹത്തിൻ്റെ അനന്തരവൻ തന്നെ NCP വിട്ട് വേറൊരു NCP രൂപീകരിച്ചുകൊണ്ട് BJPയുമായി സഖ്യത്തിലേർപ്പെട്ടുകൊണ്ട് മഹാരാഷ്ട്ര തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുകയുണ്ടായി. എല്ലാവർക്കും അറിയാമല്ലോ. ആ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് അജിത് പവാർ വിഭാഗവും BJPയും ഒക്കെ ചേർന്ന് ശിവസേനയുടെ ഒരു വിഭാഗവും BJPയുടെ ഡിവൈഡ് ആൻഡ് റൂൾ എന്ന തന്ത്രത്തിൻ്റെ ഭാഗമായിട്ടാണ് അവിടെ സംഭവിച്ചതെന്ന് എല്ലാവർക്കും അറിയാം. ബ്രിട്ടീഷുകാരൻ നൂറ്റാണ്ടുകളോളം ഇന്ത്യ ഭരിച്ചത് ഇന്ത്യയിലെ ജനങ്ങളെ, നാട്ടുരാജാക്കന്മാരെ, മുഴുവൻ ആളുകളെയും ഭിന്നിപ്പിച്ചുകൊണ്ട് ഭരിച്ചുകൊണ്ടായിരുന്നു. അതേ ഒരു സൂത്രമാണ്, തന്ത്രമാണ് ഇപ്പോൾ BJP പയറ്റുന്നത്. BJP മഹാരാഷ്ട്ര എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം, ഇന്ത്യയുടെ സാമ്പത്തിക തലസ്ഥാനമാണ്. ഡൽഹിയാണ് പൊളിറ്റിക്കൽ തലസ്ഥാനമെങ്കിലും മഹാരാഷ്ട്ര ഇന്ത്യയുടെ സാമ്പത്തിക തലസ്ഥാനമാണ്. ആ സംസ്ഥാനം പിടിക്കുക എന്ന് പറഞ്ഞാൽ ഇന്ത്യ പിടിക്കുന്നതിന് തുല്യമാണ്. അതുകൊണ്ട് തന്നെയാണ് BJP NCPയെ പിളർത്തി, ശിവസേനയെ പിളർത്തി, കോൺഗ്രസിനെ പിളർത്താൻ സാധിച്ചിട്ടില്ല. എങ്കിലും കോൺഗ്രസിൽ നിന്ന് കുറേ ആളുകളെ അവർ കൂടെ കൂട്ടി. അങ്ങനെയുള്ളൊരു തന്ത്രത്തിലൂടെയാണ് മഹാരാഷ്ട്രയിൽ BJP ഭരണം പിടിക്കുന്നത്. ഉദ്ധവ് താക്കറെ എന്ന് പറയുന്ന ശിവസേനയുടെ ഏറ്റവും വലിയ നേതാവിനെ പോലും അപ്രസക്തമാക്കിക്കൊണ്ടാണ് അവിടെ അജിത് പവാറിൻ്റെ നേതൃത്വത്തിൽ, അല്ലെങ്കിൽ BJPയുടെ നേതൃത്വത്തിൽ അവിടെ ഭരണത്തിലെത്തുന്നത്. ആ സമയം മുതൽ തന്നെ NCP ഇന്ത്യയിൽ പ്രതിസന്ധിയിലായിരുന്നു എന്ന് സമ്മതിക്കാതെ വയ്യ. യാഥാർത്ഥ്യങ്ങൾ കണ്ണടച്ചിട്ട് കാര്യമില്ലല്ലോ. ശരത് പവാർ അവിടെ പ്രതിപക്ഷത്താവുകയും ശരത് പവാറിൻ്റെ കൂടെയുള്ള കുറേ MLAമാരെ വീണ്ടും അജിത് പവാർ അവരുടെ പക്ഷത്തെ കൂട്ടുകയും ഒക്കെ ചെയ്ത് NCPക്ക് വലിയ ബലക്ഷയം ഉണ്ടാക്കിയിരുന്നു. പക്ഷെ അത് കഴിഞ്ഞ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ കരുത്തനായ ശരത് പവാർ രംഗത്തിറങ്ങി അജിത് പവാറിൻ്റെ കൂടെ പോയ മുഴുവൻ അണികളെയും തിരിച്ചു പിടിച്ചുകൊണ്ട്, നിങ്ങൾക്കെല്ലാം അറിയാം, 7 സീറ്റ് അവിടെ മത്സരിച്ച് ജയിക്കുകയുണ്ടായി NCP ശരത് പവാർ വിഭാഗം. അതേസമയം അജിത് പവാറിന് ഒറ്റ സീറ്റ് മാത്രമേ കിട്ടിയുള്ളൂ. സുപ്രിയ സുലെ അടക്കം അജിത് പവാർ, ശരത് പവാറിൻ്റെ മകൾ, അവരടക്കം വലിയ ഭൂരിപക്ഷത്തിന് ജയിച്ചു വന്നു. അപ്പോൾ ശരത് പവാറും NCPയും അപ്രസക്തമായി എന്ന് പറഞ്ഞെടുത്ത് വീണ്ടും ശരത് പവാർ
ദേശീയ രാഷ്ട്രീയത്തിലേക്ക്, ദേശീയ മുഖ്യധാരയിലേക്ക് വീണ്ടും വരാൻ കഴിഞ്ഞ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പ് കാരണമായി. അങ്ങനെ നിൽക്കുന്നു മഹാരാഷ്ട്രയിലെ അവസ്ഥ. കാരണം എൻ സി പിയെ കുറിച്ച് പറയുമ്പോൾ മഹാരാഷ്ട്രയിലാണ് എൻ സി പിയുടെ ഏറ്റവും വലിയ ശക്തി കേന്ദ്രം. അപ്പോൾ ആ ഒരു രാഷ്ട്രീയ ചരിത്രം അല്ലെങ്കിൽ രാഷ്ട്രീയത്തിൻ്റെ കൂടെ സഞ്ചരിക്കുവാൻ കേരളത്തിൽ എൻ സി പി തയ്യാറായിരുന്നില്ല. കാരണം അന്ന് എൻ സി പിയുടെ മുഹമ്മദ് കുട്ടി എന്ന് പറയുന്ന ഒരു അഖിലേന്ത്യാ സെക്രട്ടറി, അഖിലേന്ത്യാ തലത്തിലുള്ള ഒരു മാന്യദേഹം അജിത് പവാറിൻ്റെ കൂടെ കൂടുകയും ആ അജിത് പവാറിൻ്റെ കേരള ഘടകം രൂപീകരിക്കുകയും ചെയ്തു. പക്ഷേ ആ ഘടകത്തിന് കേരളത്തിൽ ഇന്നേ വരെ ഒരു ചലനവും ഉണ്ടാക്കാൻ സാധിച്ചിട്ടില്ല. മുഹമ്മദ് കുട്ടി നല്ലൊരു സംഘാടകനാണെങ്കിലും അദ്ദേഹം 2 വട്ടം കോട്ടക്കൽ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് നിസ്സാര വോട്ടുകൾക്ക് പരാജയപ്പെട്ട ആളൊക്കെ ആണെങ്കിലും അജിത് പവാറിൻ്റെ എൻ സി പി കേരളത്തിൽ പച്ച പിടിപ്പിക്കുവാൻ ആർക്കും സാധിച്ചിട്ടില്ല. അങ്ങനെയുള്ള ഘട്ടത്തിലാണ് നേരത്തെ ശരത് പവാർ അഖിലേന്ത്യാ പ്രസിഡൻ്റായിരിക്കുമ്പോൾ ഇന്നുമാണ് പ്രഫുൽ പട്ടേൽ സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി ആയിരിക്കുമ്പോൾ, കേരളത്തിന് ചാർജുള്ള ജനറൽ സെക്രട്ടറി ആയിരിക്കുമ്പോൾ അന്ന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി മന്ത്രിസഭ രൂപീകരിക്കുമ്പോൾ 2 MLA-മാരുള്ള എൻ സി പിക്ക് തുല്യ ടേം, ആദ്യത്തെ ടേം ശശീന്ദ്രനും രണ്ടാമത്തെ ടേം തോമസ് കെ തോമസിനും കുട്ടനാട് MLA കൊടുക്കാമെന്ന ധാരണയുണ്ടായിരുന്നു എന്നാണ് ഞങ്ങളൊക്കെ മനസ്സിലാക്കുന്നത്. ആ ധാരണയുണ്ടാക്കുന്ന മീറ്റിങ്ങിൽ ശരത് പവാർ, പ്രഫുൽ പട്ടേൽ, അതുപോലെ പീതാംബരം മാസ്റ്റർ, അന്ന് ഏറ്റവും സീനിയറായിട്ടുള്ള പീതാംബരം മാസ്റ്റർ, PC ചാക്കോ, ശശീന്ദ്രൻ, തോമസ്, ഇത്രയും ആളുകൾ കൂടി ഉണ്ടാക്കിയ ധാരണയായിരുന്നു 2.5 വർഷം കഴിഞ്ഞാൽ മന്ത്രിസ്ഥാനം മാറുമെന്നത്. അപ്പോൾ 2.5 വർഷം കഴിഞ്ഞ് മന്ത്രിസ്ഥാന മാറ്റത്തിൻ്റെ സമയമായപ്പോൾ അന്ന് നിങ്ങൾക്കറിയാം നമ്മുടെ നാട്ടുകാരനായ കടന്നപ്പള്ളി രാമേന്ദ്രൻ മന്ത്രിയായത്. INL-ൻ്റെ മന്ത്രി മാറുകയും ഒരു MLA മാത്രമുള്ള പാർട്ടികൾക്ക് ദേവർകോവിൽ മാറി കടന്നപ്പള്ളി രാമേന്ദ്രൻ മന്ത്രിയായ സമയത്ത് സത്യത്തിൽ ശശീന്ദ്രൻ മന്ത്രി മാറി തോമസ് കെ തോമസ് മന്ത്രി ആവേണ്ടത്. പക്ഷെ അന്ന് ഞാനതിൻ്റെ യാഥാർത്ഥ്യം പറയുകയാണ്, അന്ന് തോമസ് കെ തോമസ് സംഘടനയ്ക്ക് അതീതനായി നിന്നുകൊണ്ട് പ്രവർത്തിച്ചു. സംഘടനയ്ക്ക് വിധേയനായി നിന്ന് പ്രവർത്തിക്കാൻ അദ്ദേഹം ഒന്ന് തയ്യാറായില്ല. എന്തുകൊണ്ടാണോ എന്ന് എനിക്കറിയില്ല. അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ പരിജ്ഞാനമില്ലായ്മയോ അല്ലെങ്കിൽ പക്വതയില്ലായ്മയോ എന്താണെന്നറിയില്ല. അദ്ദേഹത്തിന് സംഘടനാ പരിമിതികൾക്കുള്ളിൽ നിന്ന് പ്രവർത്തിക്കാൻ സാധിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ PC ചാക്കോവും അതുപോലെ സംസ്ഥാന കമ്മിറ്റിയും പിന്നെ തോമസിനെ മന്ത്രിയാക്കാനുള്ള തീരുമാനം നടപ്പിലാക്കാൻ വേണ്ടി പ്രഷർ ചെലുത്തിയില്ല. പാർട്ടി തലത്തിലൊരു തീരുമാനം ഉണ്ടായില്ല. പാർട്ടി തലത്തിൽ അന്നേരം ആ സമയത്ത് ഒരു തീരുമാനം ഉണ്ടായില്ല. പക്ഷെ പിന്നീട് തോമസ് കെ തോമസ് അദ്ദേഹത്തിൻ്റെ തെറ്റ് മനസ്സിലാക്കി അദ്ദേഹം സംഘടനാ പ്രവർത്തനത്തിനും ബാക്കിയുള്ള കാര്യങ്ങൾക്കൊക്കെ സംസ്ഥാന സമിതിയുമായി ആക്കി സഹകരിച്ച് മുമ്പോട്ട് പോകുന്ന അവസരം വന്നപ്പോൾ സംസ്ഥാന കമ്മിറ്റിയിൽ ബഹുഭൂരിപക്ഷം ആളുകളുടെയും അഭിപ്രായ പ്രകാരം നേരത്തെ ഉണ്ടായിരുന്ന ധാരണ നടപ്പിലാക്കണം, അതിനുവേണ്ട പ്രവർത്തനങ്ങൾ നടത്തണം എന്ന് സംസ്ഥാന നേതൃയോഗം, സംസ്ഥാന ഭാരവാഹിയുടെ യോഗം, അതുപോലെ തന്നെ അടക്കം പങ്കെടുത്ത യോഗത്തിലാണ് തീരുമാനം. ഭാരവാഹികൾ മീൻസ് സംസ്ഥാന ജനറൽ സെക്രട്ടറിമാർ ഞങ്ങൾ 12 പേരുണ്ട്, വൈസ് പ്രസിഡന്റുമാർ 3 പേരുണ്ട്, പിന്നെ ട്രഷറർ ആൻഡ് പ്രസിഡന്റ്. അപ്പോൾ അതിൽ ആ മീറ്റിങ്ങിൽ തീരുമാനമെടുത്തു. അതുപോലെ ജില്ലാ പ്രസിഡന്റുമാർ 14 പേരിൽ ആ മീറ്റിങ്ങിലും ബഹുഭൂരിപക്ഷ പ്രകാരം തീരുമാനമെടുത്തു. അതുപോലെ തന്നെ സെക്രട്ടറിമാരിലും അഖിലേന്ത്യാ കൗൺസിൽ മെമ്പർമാരെയും കൂടിയിട്ടുള്ള ആ യോഗത്തിലും തീരുമാനമെടുത്തു. അതായത് മന്ത്രി മാറ്റം വേണം എന്ന് നേരത്തെ ശരത് പവാർ നിർദ്ദേശിച്ചതുപോലെ ഉണ്ടാക്കിയ ധാരണപ്രകാരം മന്ത്രിമാറ്റം വേണം, അത് മുഖ്യമന്ത്രിയോട് ആവശ്യപ്പെടാൻ വേണ്ടി ഈ മീറ്റിങ്ങുകളൊക്കെ തീരുമാനിച്ചു. ആ മീറ്റിങ്ങുകളിലൊക്കെ ബഹുമാനപ്പെട്ട മന്ത്രി ശശീന്ദ്രനും പങ്കെടുത്തിരുന്നു. അങ്ങനെ മന്ത്രി മാറ്റം എന്നുള്ളത് പാർട്ടി ഒരു തീരുമാനമായി എടുക്കുന്നു, അത് മുഖ്യമന്ത്രിയെ അറിയിക്കുന്നു. പിന്നീട് എന്താണ് മുഖ്യമന്ത്രിയെ അറിയിക്കുവാൻ വേണ്ടി സംസ്ഥാന പ്രസിഡന്റിനെയും അതുപോലെ മന്ത്രിയെയും MLA തോമസ് കെ തോമസിനെയും ചുമതലപ്പെടുത്തുന്നു. ഈ 3 പേരും പിന്നെ മുഖ്യമന്ത്രിയെ കണ്ട് ഈ വിഷയം ഉന്നയിക്കുകയും ചെയ്തു. പക്ഷെ അതിനു മുമ്പേ ചില സംഭവവികാസങ്ങളുണ്ടായി. തോമസ് കെ തോമസ്
100-200 കോടി രൂപ ചെലവഴിച്ചുകൊണ്ട് 2 MLA-മാരെ കൂടി കൂട്ടി UDF പക്ഷത്തേക്ക് പോകാൻ പോകുന്നു എന്നൊക്കെയുള്ളൊരു പ്രചരണം ചില ചാനലുകളും ചില പത്രങ്ങളും ഒക്കെ നടത്തി. അത് മുഖ്യമന്ത്രിയുടെയും ശ്രദ്ധയിൽപ്പെട്ടു. അപ്പോൾ സത്യത്തിൽ ആ ഒരു ആരോപണം കേട്ടപ്പോൾ ഞങ്ങൾക്കൊക്കെ ചിരിയാണ് വന്നത്. കാരണം 200 കോടി പോയിട്ട് 20,000 രൂപ പോലും എടുക്കുവാൻ തോമസ് കെ തോമസിൻ്റെ കയ്യിലില്ല. അദ്ദേഹത്തിൻ്റെ അവസ്ഥ ഞങ്ങൾക്കൊക്കെ അറിയാം. അപ്പോൾ അതൊരു തമാശയായിട്ട് ഞങ്ങളൊക്കെ കണ്ടിട്ടുള്ളൂ. പക്ഷെ അത് പിന്നീട് മനസ്സിലായി ബിസിനസ് മാഗ്നറ്റായ തോമസ് ചാണ്ടിയുടെ സഹോദരനാണ് ഇദ്ദേഹം. പക്ഷേ സമ്പത്ത് മുഴുവൻ തോമസ് ചാണ്ടിയുടെയും കുടുംബത്തിൻ്റെയും കയ്യിലാണ്. ഇദ്ദേഹത്തെ മത്സരിക്കുവാനും MLA ആവാനും ആ കുടുംബം സഹായിച്ചിട്ടുണ്ട്. പക്ഷേ പിന്നെ തോമസ് ചാണ്ടിയുടെ സ്വത്തുവകളൊന്നും ഇദ്ദേഹത്തിന് കിട്ടിയിട്ടില്ല. ഇദ്ദേഹത്തിന് വരെ കാര്യമായിട്ടുള്ള ബിസിനസ് ഒന്നുമില്ല എന്നാണ്. അതുകൊണ്ട് ഇത്രയും കൂടുതൽ തുക ചെലവഴിക്കാനുള്ള ശേഷി ഇല്ല. 100 കോടി പറയാനുള്ള ശേഷി പോലുമില്ല, എന്നിട്ട് വേണ്ട ചെലവഴിക്കാൻ. അപ്പോൾ അത് പിന്നെ മനസ്സിലായി, തോമസ് കെ തോമസിനെ മന്ത്രിയാക്കാതിരിക്കാൻ വേണ്ടി ചില കേന്ദ്രങ്ങൾ ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കിയ ഒരു പദ്ധതിയാണ് അത്. അത് ഈ പാർട്ടിയിൽ നിന്നുള്ള ആളുകൾ തന്നെയാണോ അതിന് പിന്നിൽ? പാർട്ടിക്ക് അകത്തും പുറത്തുമുള്ള ആളുകളുണ്ട്. ഈ പറഞ്ഞ 3 MLA-മാരിൽ ഒരു MLA ഉണ്ട് അതിൻ്റെ പിന്നിൽ. ആ MLA ആണ് പോയിട്ട് മുഖ്യമന്ത്രിയോട് പറഞ്ഞത്, പിന്നെ ഇങ്ങനെ ഒരു സ്വാഭാവികമായിട്ടും മുഖ്യമന്ത്രി വിശ്വസിക്കുമല്ലോ. ഒരു MLA തന്നെ പോയി പറയുന്നത്. സത്യത്തിൽ ആ MLA കളവ് പറഞ്ഞതാണ്. ശശീന്ദ്രനെ മന്ത്രിസ്ഥാനത്ത് മാറ്റാതിരിക്കാനും തോമസ് കെ തോമസിനെ മന്ത്രിയാക്കാതിരിക്കാനും വേണ്ടി അദ്ദേഹം നടന്നു. ശരിക്കും ഗൂഢാലോചന. അങ്ങനെയാണ് മുഖ്യമന്ത്രി ഈ ഇത്തരം വിവാദമൊക്കെ വന്നപ്പോൾ പിന്നെ അവിടെ നിൽക്കട്ടെ എന്ന് പറഞ്ഞ് പിന്നെ ഈ മന്ത്രി മാറ്റത്തെ തൽക്കാലം അവിടെ സ്റ്റേ ചെയ്തെന്ന് പറയാം. തൽക്കാലം അവിടെ പിന്നെ മരവിപ്പിച്ചു. അപ്പോൾ പിന്നീട് മുഖ്യമന്ത്രിക്ക് മനസ്സിലായി കാണും ഇതൊക്കെ വ്യാജ പ്രചരണങ്ങളാണ്, ഇതൊന്നും പിന്നെ. പക്ഷേ അപ്പോഴത്തേക്ക് മുഖ്യമന്ത്രി ഒരു തീരുമാനമെടുത്തു. മുഖ്യമന്ത്രി പിന്നെ ഇനിയിപ്പോൾ 1 വർഷം കൂടിയല്ലേ ഉള്ളൂ തിരഞ്ഞെടുപ്പിനെ. അടുത്ത ഏപ്രിൽ മാസം ആകുമ്പോൾ തിരഞ്ഞെടുപ്പായില്ലേ. 1 വർഷവും ശരിക്കും 1-2 മാസം വരും. ഈ അവസാന നിമിഷത്തിൽ ഇനിയൊരു മന്ത്രിമാറ്റം വേണ്ട എന്ന് മുഖ്യമന്ത്രി തീരുമാനമെടുക്കുകയും ആ തീരുമാനം പിന്നെ ഔദ്യോഗികമായി പിന്നെ സംസ്ഥാന പ്രസിഡന്റിനെ അറിയിച്ചു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷേ സംസ്ഥാന പ്രസിഡന്റ് അപ്പോഴും മന്ത്രിമാറ്റം വേണമെന്നൊരു നിലപാടിൽ ഉറച്ചു നിൽക്കുകയായിരുന്നു. പക്ഷെ പിന്നീട് പിന്നെ തോമസ് കെ തോമസും എന്തുകൊണ്ടാണെന്നറിയില്ല, അദ്ദേഹവും തൽക്കാലം മന്ത്രിമാറ്റമില്ലെങ്കിലും കുഴപ്പമില്ല എന്ന നിലയിലേക്ക് അങ്ങ് പിന്നെ ഒതുങ്ങിയപ്പോൾ സംസ്ഥാന കമ്മിറ്റിയും ഇപ്പോൾ തൽക്കാലം പിന്നെ മന്ത്രിമാറ്റം എന്ന ഞങ്ങളുടെ ഡിമാൻഡ് അത് തൽക്കാലം പിന്നെ വിഡ്രോ ചെയ്തിരിക്കുന്നു. മുഖ്യമന്ത്രിയുടെ അഭിപ്രായം മാനിച്ച് അത് പിന്നെ തീരുമാനമായി വന്നു. ആ തീരുമാനം കഴിഞ്ഞ ആഴ്ച മുഖ്യമന്ത്രിയെ പി സി ചാക്കോ പോയിരുന്നില്ല, ഞങ്ങളുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറിമാർ മീറ്റിംഗ് ആയിരുന്നു ചുമതലപ്പെടുത്തിയ PM സുരേഷ് ബാബു, ലതിക സുഭാഷ്, അതുപോലെ സംഘടനാ ചാർജുള്ള സെക്രട്ടറി KR രാജൻ തുടങ്ങിയവർ ചേർന്ന് മുഖ്യമന്ത്രിയെ ആ വിഷയം ധരിപ്പിച്ചു. അതോടെ തൽക്കാലം NCPയിൽ നേരത്തെ പിന്നെ മനോജ് തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെയുള്ള കൊടുങ്കാറ്റ് ചായക്കോപ്പയിലെ കൊടുങ്കാറ്റായി മാറിയ ഒരവസ്ഥയാണ് ഇന്നുള്ളത്. ഈ AK ശശീന്ദ്രൻ തന്നെ മന്ത്രിയായി തുടരട്ടെ എന്നൊരു തീരുമാനം ഇപ്പോൾ PC ചാക്കോയും അംഗീകരിക്കുകയാണ്. മുഖ്യമന്ത്രിയുടെ തീരുമാനത്തിന് അതിൽ ഈ തിരുവനന്തപുരത്ത് നടന്ന ജില്ലാ കമ്മിറ്റി യോഗത്തിലാണെന്ന് തോന്നുന്നു, മുഖ്യമന്ത്രിയുടെ മുഖത്ത് നോക്കി നേരിട്ട് സംസാരിക്കാനുള്ള ശേഷി ഇല്ലാഞ്ഞിട്ടല്ല എന്ന് പറയുന്ന ഓഡിയോ പുറത്തു വന്നതാണ്. അപ്പോൾ അത് പറഞ്ഞിട്ടില്ല എന്ന് നമുക്ക് പറയാൻ കഴിയില്ല, PC ചാക്കോയുടെ ശബ്ദം തന്നെയാണ്. അപ്പോൾ അതിലൊരു അതൃപ്തി ഇപ്പോഴും അദ്ദേഹത്തിനുണ്ട്. അത് ശരിയാണോ? എങ്ങനെയാണ് മുന്നണി ഒരു പാർട്ടി ഒരു തീരുമാനമെടുക്കുന്നു, ഇന്ന ആൾ മന്ത്രിയാകണമെന്ന്, അത് തീരുമാനിക്കാനുള്ള അധികാരം ആ പാർട്ടിക്കല്ലേ, മുഖ്യമന്ത്രിക്കാണോ ശരിക്കും? അങ്ങനെ ഒരു തീരുമാനമെടുക്കാനുള്ള അധികാരം പാർട്ടിക്ക് തന്നെയാണ്. പാർട്ടിയുടെ സംസ്ഥാന പ്രസിഡന്റും അതുപോലെ സംസ്ഥാന സമിതിയൊക്കെയാണ് ആ കാര്യത്തിൽ തീരുമാനം എടുക്കേണ്ടത്. പക്ഷേ കേരളത്തിലെ രാഷ്ട്രീയ സാഹചര്യം വിഭിന്നമാണ്. വൻ ഭൂരിപക്ഷമുള്ള ഒരു സർക്കാർ, 100ഓളം MLA-മാരുള്ള സർക്കാർ,
അതിൽ കേവലം 2 MLA-മാരാണ് ഈ പക്ഷത്തുള്ളത്. അപ്പോൾ സ്വാഭാവികമായിട്ടും മുഖ്യമന്ത്രിയെ കൂടി താല്പര്യമെടുത്താൽ മാത്രമേ പാർട്ടിയുടെ തീരുമാനം നടപ്പാക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ഈ വിഷയം പക്ഷേ മന്ത്രിസ്ഥാനം ഇല്ലാത്ത ചിലപ്പം അങ്ങനെ വരുമ്പോൾ നേരത്തെ ഞങ്ങൾ ആലോചിച്ചിരുന്നത് മന്ത്രി ശശീന്ദ്രൻ രാജി കൊടുക്കുവാനാണ്. അദ്ദേഹം രാജി കൊടുക്കില്ലോ എന്നുള്ള വേറെ കാര്യം. പാർട്ടി നിർദ്ദേശിക്കാൻ അങ്ങനെ ഒരു തീരുമാനമാണ്. പക്ഷെ അത് നിർദ്ദേശിച്ച തീരുമാനം എടുത്താൽ പോലും ചിലപ്പം മറ്റൊരാളെ മന്ത്രിയാക്കാൻ മുഖ്യമന്ത്രി തയ്യാറാണെന്നില്ല. അപ്പോൾ അതുകൂടെ മറ്റേ കൂടെയുള്ള MLA-ക്ക് ചിലപ്പോൾ അദ്ദേഹത്തിന് തോന്നിയിട്ടുണ്ടാവും. പിന്നെ അദ്ദേഹത്തിൻ്റെ കുട്ടനാട് സീറ്റിനെ സംബന്ധിച്ചും CPM-ൻ്റെ ജില്ലാ സമ്മേളനത്തിൽ ചർച്ച വരികയും അതൊക്കെ സീറ്റ് ഏറ്റെടുക്കണമെന്ന് പറഞ്ഞിട്ടുള്ള ഒരു ചർച്ചയൊക്കെ വരികയുണ്ട്. അതിപ്പോൾ പല സ്ഥലത്തും വരുന്നുണ്ട്. എങ്കിൽ കൂടി അതും വരികൾക്കിടയിലൂടെ വായിച്ചാൽ MLA-യെ ഒന്ന് സമാധാനിപ്പിക്കാൻ, അല്ലെങ്കിൽ MLA-യെ ഒന്ന് ഈ തീരുമാനത്തിൽ പുറകോട്ട് പോകാനുള്ള ഒരു പ്രേരണ ആയിക്കൂടാ എന്നില്ല. തോമസ് കെ തോമസ് ഇപ്പോൾ പാർട്ടിയുമായി യോജിച്ച് തന്നെയാണോ പോകുന്നത്? യോജിച്ച് തന്നെ പോകുന്നില്ല. ഒരു പിളർപ്പിന്റെ ഒരു അവസ്ഥ ഇപ്പോൾ പാർട്ടിയിലില്ല. ഇപ്പോഴില്ല. ഈ രീതിയിലുള്ള ഒരു തീരുമാനം സംസ്ഥാന സമിതി എടുത്തതുകൊണ്ട്, സംസ്ഥാന നേതൃയോഗം എടുത്തതുകൊണ്ട് ആ വിവരം മുഖ്യമന്ത്രി അറിയിക്കുകയും ചെയ്തു. അതൊക്കെ കൊണ്ട് മന്ത്രി ശശീന്ദ്രൻ ഈ ടേം മുഴുവൻ മന്ത്രിയായി തുടരാൻ തന്നെയാണ് സാധ്യത. NCP ഇതുപോലെ പോകുമോ എന്ന് ചോദിച്ചാൽ പോകും എന്നേ എനിക്ക് പറയാൻ പറ്റുള്ളൂ. പക്ഷേ ഇപ്പോഴും അതിനകത്ത് അസ്വാരസ്യങ്ങൾ നിലനിൽക്കുന്നുണ്ട്. ചാക്കോക്കെതിരായിട്ടുള്ള വികാരം കാരണം നേരത്തെ 2-3 ഭാരവാഹികളുടെ അച്ചടക്ക ലംഘനം നടത്തിയതിൻ്റെ പേരിലൊക്കെ പുറത്തു മാറ്റി നിർത്തിയിരുന്നു. അവരെയൊക്കെ ഇപ്പം തിരിച്ചെടുത്തു. എങ്കിൽ പോലും അസ്വസ്ഥത പല ഘട്ടങ്ങളിൽ നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ നേരത്തെ മനോജ് സൂചിപ്പിച്ച തിരുവനന്തപുരം ജില്ലാ സമ്മേളനത്തിൽ ഉള്ള PC ചാക്കോൻ്റെ പ്രസംഗം, അദ്ദേഹം പറഞ്ഞതിൽ തെറ്റൊന്നുമില്ല. അദ്ദേഹം പറഞ്ഞതെന്താണ്, എനിക്ക് വേണമെങ്കിൽ മുഖ്യമന്ത്രിയുടെ നെഞ്ഞിൽ നോക്കി കൈ ചൂണ്ടി എനിക്ക് വേണമെങ്കിൽ സംസാരിക്കാമായിരുന്നു, ഞാൻ സംസാരിച്ചില്ല. അപ്പം പറഞ്ഞു. പക്ഷേ ഈ വന്ന ഓഡിയോ ക്ലിപ്പിൽ എന്ത് ചെയ്തു, പക്ഷേ ഞാൻ സംസാരിച്ചില്ല എന്ന ഭാഗം കട്ട് ചെയ്തു. അപ്പോൾ മുഖ്യമന്ത്രിയെ പ്രകോപിപ്പിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ CPM-നെ പ്രകോപിപ്പിക്കാൻ വേണ്ടി വാർത്തകൾ ഇടനേടാനും ഒരു ഇപ്പോൾ അന്ന് ഈ തീരുമാനം മുഖ്യമന്ത്രിയെ അറിയിച്ചിട്ടില്ല. ഇത് പുകഞ്ഞു നിൽക്കുന്ന സമയത്താണ് തിരുവനന്തപുരം ജില്ലാ സമ്മേളനം നടന്നത്. അപ്പോൾ ഈ നമ്മുടെ സംസ്ഥാന പ്രസിഡന്റിന് ചില അവസരങ്ങളിൽ ഒരു വികാരപരമായി, അപ്പോൾ സത്യം അന്ന് മീറ്റിംഗ് ഇങ്ങനെ ഒരു പ്രശ്നം നിലനിൽക്കുമ്പോൾ അവിടെ ഒരു മീറ്റിംഗ് തന്നെ നടക്കാൻ പാടില്ലായിരുന്നു. അവിടെ ഒരു ജില്ലാ സെക്രട്ടറിയെ എടുക്കാൻ പറഞ്ഞ് ജില്ലാ പ്രസിഡന്റ് എടുത്തില്ല. അങ്ങനെല്ലാം ഉള്ള ഒരു പ്രശ്നം ഇങ്ങനെ നിലനിൽക്കുന്ന സമയത്ത് ആ മീറ്റിംഗ് കൂടുന്നത്. ആ മീറ്റിങ്ങിലാണ് അദ്ദേഹം ഇത് പ്രസംഗിച്ചതിൽ തെറ്റൊന്നുമില്ല, പ്രസംഗിച്ചത് കാര്യം തന്നെ. പക്ഷേ അത് വളച്ചൊടിച്ച് ഓഡിയോ ക്ലിപ്പായി പുറത്തു കൊടുത്ത് അത് PC ചാക്കോയെ ഇടതുമുന്നണിയിൽ നിന്ന് ഒറ്റപ്പെടുത്താൻ, അല്ലെങ്കിൽ PC ചാക്കോയെ വഷളാക്കുവാൻ വേണ്ടിയുള്ള ഒരു കാരണമാക്കി മാറ്റി. അതിലുള്ള മുഖ്യമന്ത്രിയുടെ തെറ്റിദ്ധാരണയൊക്കെ പിന്നീട് നേരിട്ട് പോയി കണ്ട് സംസാരിച്ചപ്പോൾ മാറി. ഈ AK ശശീന്ദ്രൻ NCPയുടെ ഒരു സ്ഥാപക നേതാവ് കൂടിയാണ്. PC ചാക്കോയൊക്കെ കോൺഗ്രസിൽ നിന്നും പിന്നീട് വന്ന ഒരു നേതാവാണ്. അപ്പോൾ സംസ്ഥാന പ്രസിഡന്റിനേക്കാൾ താനാണ് ഈ NCPയുടെ അവസാന വാക്ക് എന്ന ഒരു ചിന്ത AK ശശീന്ദ്രനെ നയിക്കുന്നുണ്ടോ? അങ്ങനെ ഒരു ചിന്ത അദ്ദേഹത്തിന് ഉണ്ടാവും എന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം അദ്ദേഹം ഈ ക്യാബിനറ്റിലൊരു മന്ത്രിയാണ്, വളരെ പ്രധാനപ്പെട്ട വനം വകുപ്പ് നോക്കുന്ന മന്ത്രിയാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് അതിനും പുറമെ NCPയുടെ സംഘടനാ പ്രവർത്തനങ്ങൾക്ക് ശ്രദ്ധിക്കാനുള്ള സമയം ഉണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അദ്ദേഹത്തിൻ്റെ ആരോഗ്യസ്ഥിതിയൊക്കെ പരിഗണിച്ച് അദ്ദേഹം വളരെ ആക്റ്റീവായി സംഘടനാ പ്രവർത്തനത്തേക്ക് ഇറങ്ങുമെന്നുള്ള ഒരു തോന്നൽ ഞങ്ങൾക്കൊന്നുമില്ല. അദ്ദേഹത്തിൻ്റെ ആ മേഖലയിൽ സ്വതന്ത്രമായി പ്രവർത്തിക്കുവാനുള്ള അവസരം ഈ ടേം കഴിയുന്നത് വരെ വേണം എന്നേ അദ്ദേഹത്തിനും ആഗ്രഹം ഉണ്ടാവുള്ളൂ എന്ന് എനിക്ക് തോന്നുന്നു.
സംഘടനാപരമായി പിന്നെ സംഘടനയുടെ പ്രസിഡന്റ് ആവാനോ അല്ലെങ്കിൽ സംഘടനയെ നയിക്കുവാനോ നിയന്ത്രിക്കുവാനോ ഒന്നും അദ്ദേഹം. ഈ മന്ത്രിമാറ്റ ചർച്ചകളൊക്കെ വരുമ്പോൾ അങ്ങനെയെങ്കിൽ PC ചാക്കോയെ മാറണം എന്നൊരാവശ്യം AK ശശീന്ദ്രൻ മുന്നോട്ട് വെച്ചിരുന്നു. AK ശശീന്ദ്രൻ മുന്നോട്ട് വെച്ചിട്ടില്ല, പക്ഷെ അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള ചില ഭാരവാഹികളൊക്കെ മുന്നോട്ട് വെച്ചിരുന്നു, ആവശ്യം വെച്ചിരുന്നു. വെച്ചിരുന്നു. ഏതെങ്കിലും ഘട്ടത്തിൽ UDFിലേക്ക് പോകാനുള്ള ഒരു ചർച്ച ഈ PC ചാക്കോ നടത്തിയിരുന്നു? നമ്മൾ ഇതിനേക്കാൾ മെച്ചപ്പെട്ട ഒരു അക്കോമഡേഷൻ അവിടെ കിട്ടും എന്നൊരു കാര്യം PC ചാക്കോ എപ്പോഴും പറഞ്ഞിരുന്നു? ഇല്ല, PC ചാക്കോ അങ്ങനെയുള്ള ഒരു കാര്യം ഇതുവരെ പറഞ്ഞിട്ടില്ല. ചില ഭാരവാഹികൾ അത്തരം വിഷയം സംസ്ഥാന സമിതിയിലൊക്കെ ഉന്നയിക്കുമ്പോഴൊക്കെ അങ്ങനെയുള്ള സംസാരത്തിന് പ്രസക്തിയില്ല. LDFിൽ പിന്നെ വളരെയധികം ശക്തമായി തന്നെ LDFിൽ തുടരാൻ തന്നെയാണ് NCPയുടെ തീരുമാനം എന്നാണ് ചാക്കോ അപ്പോഴൊക്കെ വ്യക്തമാക്കുന്നത്. എൻ്റെ ഒരു അഭിപ്രായത്തിൽ മറ്റാര് പോയാലും UDFിലേക്ക് പോകാൻ ചാക്കോ തയ്യാറായില്ല. അങ്ങനെ ഒരു ഏതായാലും നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് ഒരു പാർട്ടി മാറ്റത്തിലേക്കൊന്നും ഒരു കാര്യവും മുന്നണി മാറ്റത്തിലേക്കൊന്നും ചർച്ചയിലേക്ക് തന്നെ നടക്കില്ല. അതിനുള്ള യാതൊരു പിന്നെ സാധ്യതയും നിലവിൽ കാണുന്നില്ല. NCPയുടെ ഭാവി എന്താണ്? NCP അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിന് LDFിനൊപ്പം ഉറച്ചു നിന്ന് തന്നെ ആ മുന്നണിയുടെ ഭാഗമായി തന്നെ ഉണ്ടാകും എന്ന് നമുക്ക് ഉറപ്പിച്ചു പറയാൻ കഴിയുമോ? തീർച്ചയായും അടുത്ത തെരഞ്ഞെടുപ്പിലും കേരളത്തിൽ ഇടതുപക്ഷ മുന്നണിയോടൊപ്പം തന്നെ NCP ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. പിന്നെ NCPയുടെ ഭാവി സംബന്ധിച്ച് ഇപ്പോൾ നമ്മൾക്കൊന്നും പറയാൻ പറ്റില്ല. കാരണം മഹാരാഷ്ട്രയിൽ ഇപ്പോഴും തിരിച്ച് അസംബ്ലിയിൽ അജിത് പവാർ പിന്നെ ശക്തനായി തുടരുകയാണ്. ശരത് പവാറിൻ്റെ കൂടെയുള്ള MP-മാരെ അടർത്തിയെടുക്കുവാനുള്ള ശ്രമം BJPയും അജിത് പവാറും കൂടി നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴും നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അധികാരമില്ലാത്ത അവസ്ഥയിൽ മഹാരാഷ്ട്രയിലൊക്കെ എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് നമുക്ക് പ്രിഡിക്റ്റ് ചെയ്യാൻ കഴിയില്ല. അതിൻ്റെ അലയൊലി കേരളത്തിലും ഉണ്ടാകും. അതിൻ്റെ അലയൊലി കേരളത്തിൽ അല്ലെങ്കിൽ തന്നെ ഭരണപക്ഷത്താണല്ലോ. പിന്നെ ഭരണപക്ഷത്ത് നിന്ന് പ്രതിപക്ഷത്തേക്കാൾ അടുത്തെടുക്കുന്ന ഒരു വിഷയം ഉണ്ടാവും. ഭരണത്തെ നിങ്ങൾ ഏത് രീതിയിലാണ് വിലയിരുത്തിയിട്ടുള്ളത്? കഴിഞ്ഞ ഈ 8 വർഷമായല്ലോ പിണറായി സർക്കാർ കേരളം ഭരിക്കുന്നത്. ആ ഭരണത്തെ NCPയുടെ വിലയിരുത്തൽ നേരായ വഴിയിലൂടെയാണോ ഈ സർക്കാർ പോകുന്നത്? ഈ സർക്കാർ ജനോപകാരപ്രദമായ പല പദ്ധതികളും ആവിഷ്കരിച്ച് നടപ്പിലാക്കുവാൻ പോകുന്നുമുണ്ട്. ധാരാളം നേരത്തെ ഉണ്ടായിരുന്ന UDF സർക്കാരുകളൊക്കെ ചെയ്തിരുന്നതിന് വിഭിന്നമായി ധാരാളം കാര്യങ്ങൾ ശ്രീ പിണറായി വിജയൻ്റെ നേതൃത്വത്തിലുള്ള സർക്കാരിന് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് നമ്മുടെ ഹൈവേയുടെ പ്രവർത്തനം. സ്ഥലമേറ്റെടുക്കുന്ന പരിപാടി മുതൽ എല്ലാവരും തുറന്നു സമ്മതിക്കാരാണ്. കേരളത്തിൽ ആ സ്ഥലമേറ്റെടുക്കൽ പ്രക്രിയ നടന്നത് പിണറായി വിജയൻ മുഖ്യമന്ത്രിയായതുകൊണ്ട് മാത്രമാണ്. അല്ലെങ്കിൽ സ്ഥലമേറ്റെടുക്കാൻ സാധിക്കില്ല. അപ്പോൾ അതിനുശേഷമുള്ള ഹൈവേയുടെ പ്രവർത്തനം കേന്ദ്ര ഫണ്ടിൻ്റെ സഹായത്തോടു കൂടിയാണ് നടക്കുന്നതെങ്കിലും അതിൽ സംസ്ഥാന സർക്കാരിൻ്റെ പങ്ക് ചെറുതല്ല. അപ്പോൾ ഈ റോഡിൻ്റെയൊക്കെ വികസന പ്രവർത്തനങ്ങൾ ഒരു സത്യത്തിൽ കേരളത്തിൻ്റെ ഒരു 10-50 കൊല്ലത്തെ ചരിത്രത്തിൽ അല്ലെങ്കിൽ കേരളം രൂപീകൃതമായ മുതലുള്ള ഏറ്റവും ഒരു സുപ്രധാനമായ ഒരു സംഭവമായിരിക്കും ഈ പുതിയ ഹൈവേ എന്ന് പറയുന്നത്. അപ്പോൾ അതുപോലെ അവശ്യ സാധനങ്ങളുടെ വിതരണം, ആശുപത്രികളുടെ കാര്യം നമ്മൾ പറയാതെ അറിയാം. കേരളത്തിലെ ആരോഗ്യരംഗം മറ്റേത് സംസ്ഥാനത്തിൻ്റെ ആരോഗ്യരംഗത്തെക്കാളും കിഫ്ബി വഴിയുണ്ടായ വികസന കിഫ്ബി വരുന്നതിന് മുമ്പ് തന്നെ കേരളത്തിലെ ആരോഗ്യരംഗം ശക്തമായിരുന്നു. പ്രത്യേകിച്ച് കഴിഞ്ഞ് ശൈല ടീച്ചർ മന്ത്രിയായിരുന്ന 5 കൊല്ലക്കാലം ആരോഗ്യരംഗത്തുണ്ടായിരുന്ന വളർച്ച അത് പ്രതിപക്ഷ കക്ഷികൾ പോലും സമ്മതിക്കുന്ന ഒരു വസ്തുതയാണ്. അതുപോലെ തന്നെ വിദ്യാഭ്യാസ രംഗം കേരളത്തിലെ ഹൈസ്കൂളുകളൊക്കെ പണ്ട് ഓലപ്പുര അല്ലെങ്കിൽ ചെറ്റക്കുടിൽ പോലെ നടത്തി വരുന്ന സ്കൂളുകളൊക്കെ ഇന്ന് എല്ലാം നല്ല ഹൈടെക് സ്കൂളുകളായി മാറി. 75-80% സ്കൂളുകൾ സർക്കാർ സ്കൂളുകൾ. പണ്ട് സർക്കാർ സ്കൂളുകളൊക്കെ തകർന്നു പോവുക, മറുഭാഗത്ത് സ്വകാര്യ മേഖല വളർന്നു വരും, അങ്ങനെയായിരുന്നു. പക്ഷെ ഇപ്പോൾ അതല്ല. ഇപ്പോൾ സ്വകാര്യ മേഖലയോട് മത്സരിക്കുവാൻ, കിടപിടിക്കുവാൻ അല്ലെങ്കിൽ അതിനേക്കാളും മുകളിലെത്തുവാൻ തയ്യാറായി നിൽക്കുന്ന ഒരു വിദ്യാഭ്യാസ രംഗം നമ്മുടെ മുന്നിലുണ്ട്.
അതൊക്കെ ജനങ്ങൾ കാണുന്നുണ്ട്. പക്ഷേ ഇത്തരം കാര്യങ്ങളൊക്കെ നടക്കുന്നതിനിടയിലും നിസ്സാരമായ ചില കാര്യങ്ങൾ, അനാവശ്യമായ ചില കാര്യങ്ങൾ, ചില ഘടകകക്ഷികളുടെ യുവജന വിഭാഗത്തിൻ്റെ അല്ലെങ്കിൽ വിദ്യാർത്ഥി വിഭാഗത്തിൻ്റെ പ്രവർത്തനങ്ങൾ, അതൊക്കെ ഈ മന്ത്രിസഭയ്ക്കൊരു മന്ത്രിസഭയെക്കുറിച്ച് ഒരു അവമതിപ്പ് ഉണ്ടാക്കുവാൻ തക്ക വിധത്തിലുള്ള കാര്യങ്ങളായി മാറുന്നുണ്ട്. പല പല വിഷയങ്ങൾ, പല വിഷയത്തിലേക്കൊന്നും കടക്കുന്നില്ല. ഇന്നിപ്പോൾ സ്വകാര്യ സർവകലാശാലയുടെ അതിന് അഭിപ്രായ വ്യത്യാസം ഉണ്ടാകാം. CPI തന്നെ അഭിപ്രായ വ്യത്യാസം ഉന്നയിച്ചു. വിസിറ്റർ ബ്രൂവറി എല്ലാ എതിർപ്പും ഉണ്ടായിട്ടും ബ്രൂവറി സ്ഥാപിക്കുമെന്ന ഉറച്ച തീരുമാനവുമായി മുമ്പോട്ട് പോവുകയാണ്. ഞാൻ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ഞാൻ എടുത്തു പറയുന്നില്ല. അപ്പോൾ പല കാര്യങ്ങളിലും NCPക്കടക്കം CPIക്കടക്കം അഭിപ്രായ വ്യത്യാസങ്ങളുള്ള കാര്യങ്ങൾ അത് പരിശോധിക്കാതെ നടപ്പിലാക്കുവാൻ വേണ്ടി സർക്കാർ തയ്യാറാകുമ്പോൾ തീർച്ചയായും അത് ജനങ്ങളുടെ ഒരു മോശം അഭിപ്രായം ഉണ്ടാക്കും. ഒരു ഏകാധിപത്യ പ്രവണത CPMന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നുണ്ടോ? അത്തരം ഒരു വിമർശനമാണല്ലോ ഈ ഘടകകക്ഷികൾ CPI ഉൾപ്പെടെ ഉന്നയിക്കുന്നത്. ചില കാര്യങ്ങളിലൊക്കെ ഒരു വലിയേട്ടൻ മനോഭാവം കാണിക്കുന്നുണ്ട്, നിലച്ച് കാണുന്നുണ്ട്. അതിൽ എല്ലാ ഘടകകക്ഷികളും എനിക്ക് തോന്നുന്നു അഭിപ്രായ ഐക്യം ഉള്ള കൂട്ടത്തിലാണ്. പക്ഷെ അത് പിന്നെ സ്വന്തമായി. അപ്പോൾ എങ്ങനെയാണ് ഇനി അടുത്ത തെരഞ്ഞെടുപ്പിലേക്ക് പോകുമ്പോൾ, ഇപ്പോൾ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പും നിയമസഭാ തെരഞ്ഞെടുപ്പും ഒക്കെ പടിവാതിക്കലാണ്. അപ്പോൾ ഇങ്ങനെ ഒരു വല്യാട്ടൻ മനോഭാവം വെച്ചുകൊണ്ട് മുന്നോട്ട് പോയാൽ മുന്നണിയുടെ ഭാവി ശോഭനമാണോ? CPM വല്യാട്ടൻ മനോഭാവം വെച്ച് മുന്നോട്ട് പോകുന്നതിൽ അവരെ അധികമായി തെറ്റു പറയാൻ സാധിക്കില്ല. കാരണം വലിയ പാർട്ടിയാണ് CPM. വോട്ട് ബാങ്കുള്ള ഈ മുന്നണിയെ നയിക്കുന്ന ഏറ്റവും വലിയ പാർട്ടിയാണ്. അപ്പോൾ സ്വാഭാവികമായും കുറച്ചൊക്കെ ആ രീതിയിലുള്ള നടപടിക്രമങ്ങൾ, നീക്കങ്ങൾ അവരുടെ ഭാഗത്തുനിന്നുണ്ടാകും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. കാരണം കോൺഗ്രസിൻ്റെ മുന്നണി ഭരിക്കുമ്പോൾ ലീഗ് ചിലപ്പോൾ സാറ്റിസ്ഫൈഡ് ആയിരിക്കും ലീഗ് പറയുന്ന കാര്യങ്ങൾ. പക്ഷേ മറ്റുള്ള ഘടകകക്ഷികൾ പറയുന്ന കാര്യങ്ങളൊന്നും നടക്കുന്നില്ല. അവരുടെ ആ സമയത്തും ധാരാളം ആക്ഷേപങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ അതുപോലെയല്ല കേരളത്തിൽ CPM എന്ന് പറഞ്ഞാൽ ഇതിൽ ചോദ്യം ചെയ്യാൻ സാധിക്കാത്ത ഒരു കക്ഷി എന്നുള്ളതിൽ ചില നടപടിക്രമങ്ങൾ നടപ്പിലാക്കുമ്പോൾ അസംതൃപ്തി ഉണ്ടെങ്കിലും അത് അധികം പുറത്ത് പ്രകടിപ്പിക്കാതെ അത് പാർട്ടിക്കുള്ളിൽ മാത്രം ചർച്ച ചെയ്ത് മുന്നോട്ട് പോകുന്ന അവസ്ഥയാണെന്നുള്ളത്. അതുകൊണ്ട് അതൊന്നും തെരഞ്ഞെടുപ്പിനെ ബാധിക്കില്ല. ഇപ്പം തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ഘടകകക്ഷികൾക്കൊക്കെ അർഹമായ പ്രാതിനിധ്യം കൊടുക്കുവാൻ CPM തയ്യാറായാൽ മറ്റു പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. കാരണം ഇതൊക്കെ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് പറഞ്ഞാൽ പ്രാദേശികമായിട്ടുള്ള പ്രശ്നങ്ങളെ അടിസ്ഥാനമാക്കി, സ്ഥാനാർത്ഥികളുടെ മികവിനെ അടിസ്ഥാനമാക്കി റിസൾട്ട് വരുന്ന കാര്യങ്ങളാണ്. അപ്പോൾ അതുകൊണ്ട് അതിലൊന്നും അധികം വലിയ രാഷ്ട്രീയം പറയാനില്ല, വലിയ രാഷ്ട്രീയം കളിക്കാനില്ല. മറിച്ച് അസംബ്ലി തെരഞ്ഞെടുപ്പാണ് വരുമ്പോഴാണെങ്കിൽ അത് പൂർണ്ണമായും രാഷ്ട്രീയം തന്നെയാണ്. ആദ്യം വരുന്ന തെരഞ്ഞെടുപ്പ് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പായതുകൊണ്ട് അതിൻ്റെ റിസൾട്ടും കൂടെ ചിലപ്പോൾ അസംബ്ലി തെരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ടിനെ ബാധിച്ചുകൂടായികയില്ല. 8 മാസങ്ങൾ കഴിഞ്ഞാൽ വരുന്ന തെരഞ്ഞെടുപ്പാണല്ലോ. അതുകൊണ്ട് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ മികച്ച ഭൂരിപക്ഷം നേടാനുള്ള പ്രവർത്തനങ്ങളുമായിട്ട് ഇടതുമുന്നണി ഒറ്റക്കെട്ടായി മുമ്പോട്ട് പോവുകയാണ്. ഈ കുട്ടനാട് സീറ്റിൽ തോമസ് കെ തോമസ് വേണ്ട എന്ന് CPM പറയുകയാണെങ്കിൽ അവിടെ ഒരു പ്രശ്നം ഉണ്ടാവാൻ സാധ്യതയില്ലേ? ഇന്നത്തെ അവസ്ഥയിൽ തോമസ് കെ തോമസ് കുട്ടനാട്ടിൽ വേണ്ട എന്ന് പറയുന്ന ഒരു സാഹചര്യം ഉണ്ടാവുകയില്ല എന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. സാഹചര്യം ഉണ്ടായാൽ അവിടെ സീറ്റ് നിലനിർത്താൻ കഴിയുന്ന ഒരു സാഹചര്യം തന്നെ MLA എന്നുള്ള നിലയിൽ അദ്ദേഹത്തിൻ്റെ അവിടുത്തെ പ്രവർത്തനം വളരെ മെച്ചപ്പെട്ട രീതിയിൽ നടക്കുന്നുണ്ട്. അത് CPM പോലും സമ്മതിക്കുന്നുണ്ട്. MP മുരളി രാഷ്ട്രീയ പ്രവർത്തനം തുടങ്ങിയത് കോൺഗ്രസിലാണ്. കോൺഗ്രസിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ജില്ലയിലെ നേതാവാണ്. A ഗ്രൂപ്പിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട നട്ടെല്ലായി നിന്ന നേതാവാണ്. ഉമ്മൻചാണ്ടിയുടെ ഏറ്റവും വിശ്വസ്തനായ ആളായിരുന്നു. പാർട്ടി വിടാനുണ്ടായ കാരണം താങ്കൾ ആ ഘട്ടത്തിൽ പറഞ്ഞത് ഉമ്മൻചാണ്ടിയെ ഹൈക്കമാൻഡ് അവഗണിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് KPCC സെക്രട്ടറി സ്ഥാനം താങ്കൾ രാജിവെക്കുന്നത്. പിന്നീട് NCPയിലേക്ക് പോകുന്നു. NCPയിൽ താങ്കൾ എത്തിയത് സംതൃപ്തരാണോ താങ്കൾ? നമ്മളൊക്കെ 5ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ മുതൽ KSUവിൻ്റെ സ്കൂൾ ഡെപ്യൂട്ടി ലീഡറായി പ്രവർത്തനം ആരംഭിച്ചു. 5ാം ക്ലാസ് എന്ന് പറഞ്ഞാൽ 10-11 വയസ്സിൽ തുടങ്ങിയതാണ്. അന്ന് സ്കൂൾ ലീഡറായി തിരഞ്ഞെടുക്കപ്പെട്ടപ്പോൾ മുട്ടായി മാലയിട്ട് ആ പഞ്ചായത്തിൽ മുഴുവൻ ജാഥ നടത്തിയതിൻ്റെ
എൻ്റെ നേതൃത്വം നടത്തിയ ഒരു കുടുംബ പാരമ്പര്യമൊക്കെ കോൺഗ്രസിൻ്റെ അച്ഛനൊക്കെ കോൺഗ്രസിൻ്റെ ഫർക്ക പ്രസിഡൻ്റായിരുന്നു. CK ഗോവിന്ദനാർ, കോഴിപ്പുറത്ത് മാധവമേനോൻ, ഇവരൊക്കെ കുട്ടിമാളും അവരൊക്കെ വന്നാൽ എൻ്റെ ഗൃഹത്തിൽ താമസിച്ചിട്ടായിരുന്നു രാഷ്ട്രീയ പ്രവർത്തനം നടത്താറ്. അതുപോലെ ബഹുമാന്യനായ ശ്രീ K കരുണാകരൻ ഒരു മാസത്തോളം ഒരു ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് എൻ്റെ വീട്ടിൽ താമസിച്ചിട്ടുണ്ട്. അപ്പോൾ ആ പാരമ്പര്യം വെച്ച് വളരെ ചെറുപ്പം മുതൽ തന്നെ KSU രാഷ്ട്രീയത്തിലൂടെ സ്കൂൾ, ഹൈസ്കൂൾ, UP സ്കൂളിൽ, ഹൈസ്കൂളിൽ, അതുപോലെ കോളേജിൽ യൂണിയൻ ഭാരവാഹിത്വമൊക്കെ നേടി KSUവിൻ്റെ സംസ്ഥാന ഭാരവാഹിയായി. അങ്ങനെ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ഭാരവാഹിയായി ശ്രീ രമേശ് ചെന്നിത്തലയുടെ കൂടെ 5-6 വർഷം സംസ്ഥാന ട്രഷററായി യൂത്ത് കോൺഗ്രസ് പ്രവർത്തിക്കാൻ സാധിച്ചിട്ടുണ്ട്. അങ്ങനെയാണ് കോൺഗ്രസ്സിലെത്തി DCC ഭാരവാഹിത്വം കഴിഞ്ഞ് KPC സെക്രട്ടറി ആവുന്നത്. തീർച്ചയായും ഒരു കോൺഗ്രസ് പാരമ്പര്യമുള്ള കോൺഗ്രസ് കുടുംബത്തിലെ അംഗം എന്നുള്ള നിലയിൽ കോൺഗ്രസ് വിട്ടുപോകുന്നതിൽ അതിയായ സങ്കടം അന്നുണ്ടായിരുന്നു, കഠിനമായ സങ്കടമുണ്ടായിരുന്നു. അന്ന് വ്യക്തമാക്കിയതുപോലെ ഉമ്മൻചാണ്ടിയുടെ വലിപ്പം ഉമ്മൻചാണ്ടി മരിച്ചതിന് ശേഷമാണ് ആൾക്കാർക്കും എല്ലാവർക്കും മാനവർക്ക് മനസ്സിലായത്. അദ്ദേഹത്തെ ഏതെല്ലാം രീതിയിൽ അപമാനിക്കാൻ പറ്റുമോ ആ രീതിയിലൊക്കെ എല്ലാ ഭാഗത്തു നിന്നുമുള്ള ബുദ്ധിമുട്ട് അദ്ദേഹത്തിനുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയുള്ള ഒരു മാന്യദേഹത്തെ അവഗണിച്ച് മുന്നോട്ട് പോയപ്പോഴാണ് സംഘടനയിൽ നിന്ന് രാജിവെക്കാനിടയായത്. അപ്പോൾ കോൺഗ്രസ് പാരമ്പര്യമുള്ള ഒരു പാർട്ടിയിൽ തന്നെ ചേരണം എന്നുള്ളതാണ് NCPയിൽ ചേർന്നത്. NCPയിൽ ചേരുമ്പോൾ ഉള്ള ഒരു ആവേശവും സന്തോഷവും ഒന്നും ഇപ്പോഴും ഇല്ല എന്ന് തുറന്ന് സമ്മതിക്കാതെ വയ്യ. കാരണം ഈ പേടിച്ച് പന്തളത്ത് പോയപ്പോൾ പന്തം കൊളുത്തി പെടാമെന്ന് പറഞ്ഞ പോലെ കോൺഗ്രസ്സിലെ പ്രശ്നങ്ങളൊക്കെ കണ്ടിട്ടാണ് രാജിവെച്ച് വലിയ പോസ്റ്റ് KPC സെക്രട്ടറി സ്ഥാനത്ത് ഉള്ള ആ പോസ്റ്റ് ഒഴിവാക്കി NCP എന്ന് പറയുന്ന വളരെ ചെറിയ പാർട്ടിയിൽ ചേർന്നത്. പക്ഷേ അവിടെ ചെറിയ പാർട്ടിയാണെങ്കിൽ പോലും ഇതിനേക്കാളും വലിയ തമ്മിലടിയും പ്രശ്നങ്ങളും ഒക്കെ ഉള്ളതുകൊണ്ട് അതിൽ സംതൃപ്തി ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്നേ പറയുള്ളൂ, അല്ലാന്നേ പറയുള്ളൂ. അതുകൊണ്ട് മറിച്ചൊരു തീരുമാനം എടുക്കുകയെന്ന് വെച്ചാൽ അതൊന്നും ഇപ്പോൾ അതിൻ്റെ ഒന്നും കാര്യങ്ങൾ ചർച്ച ചെയ്തിട്ടില്ല. ഈ NCPയിൽ ഇങ്ങനെ അസംതൃപ്തിയോടെ തുടരേണ്ട ഒരു സാഹചര്യമുണ്ടോ? മറ്റു പാർട്ടികളിൽ അല്ലെങ്കിൽ കോൺഗ്രസിലേക്ക് ഒരു മടക്കം അത് MP മുരളിയുടെ മനസ്സിലുണ്ടോ? ഇല്ല, അങ്ങനെയൊന്നും ആലോചിച്ചിട്ടില്ല. രാഷ്ട്രീയമല്ലേ. അപ്പോൾ NCP ഈ രീതിയിൽ തമ്മിലടിച്ച് മുമ്പോട്ട് പോവുകയാണെങ്കിൽ മറിച്ചൊരു തീരുമാനം എടുത്താൽ തെറ്റു പറയാൻ പറ്റില്ല. താങ്കൾ ഈ അതൃപ്തിയൊക്കെ ഇങ്ങനെ പാർട്ടി ഇങ്ങനെയല്ല വേണ്ടതെന്ന് നേതൃത്വത്തെ പരസ്യമായി കഴിഞ്ഞ യോഗത്തിൽ ഇപ്പോൾ ഏറ്റവും അവസാനം ചേർന്ന സംസ്ഥാന ഭാരവാഹിയുടെ യോഗത്തിൽ സംസ്ഥാന പ്രസിഡന്റിൻ്റെയും മറ്റ് നേതാക്കളുടെയും ഒക്കെ സാന്നിധ്യത്തിൽ വ്യക്തമായി സൂചിപ്പിച്ചിരുന്നു. നിരാശനാണ് ഞാൻ മാത്രമല്ല, ഞാനൊരു സംസ്ഥാന ജനറൽ സെക്രട്ടറി എന്ന നിലയിൽ ഞാൻ മാത്രമല്ല, കേരളത്തിലെ NCPയിൽപ്പെട്ട ഒട്ടുമിക്ക ആളുകളും പാർട്ടിയുടെ ഈ പോക്കിൽ, കണ്ണൂർ ജില്ലാ കമ്മിറ്റി അടക്കം പാർട്ടിയുടെ ഈ പോക്കിൽ വളരെയധികം ദുഃഖത്തോടുകൂടിയാണ് കാണുന്നത്. ഈ കോൺഗ്രസ് വിട്ട് പോകുമ്പോഴുണ്ടായ ആ സങ്കടം വെച്ചുകൊണ്ട് തന്നെയാണ് ഈ കഴിഞ്ഞ 3 വർഷവും NCPയിൽ പ്രവർത്തിച്ചത്. അങ്ങനെ പറയാൻ പറ്റില്ല. കാരണം നമ്മളൊരു പുതിയ സ്ഥലത്തെത്തിയാൽ ഇപ്പം കല്യാണം കഴിച്ചിട്ട് നമ്മളെ വീട്ടിൽ നിന്നൊരു പെൺകുട്ടിയെ വേറൊരു വീട്ടിലേക്ക് അയക്കുന്നു. ആ കുട്ടി സ്വന്തം വീട്ടിലെ കാര്യം ആലോചിച്ച് അവിടെ നിന്നാൽ പിന്നെ അവിടെയും സ്ഥാനം ഉണ്ടാവില്ല, ഇവിടെയും സ്ഥാനം ഉണ്ടാവില്ല. അപ്പം അതില്ല. പോയ സ്ഥലത്ത് നമ്മൾ ഭംഗിയായി നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ, ഞാൻ പാലക്കാട് ചാർജ് ആയിരുന്നു, ആഴ്ചയ്ക്ക് 2 ദിവസം പാലക്കാട് പോയി കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ടായിരുന്നു. പിന്നെ മലപ്പുറത്തിൻ്റെ ചാർജ് വന്നു, അതിന് മുമ്പേ കാസർഗോഡിൻ്റെ ചാർജ് വന്നു, ഇപ്പോൾ എനിക്ക് ആലപ്പുഴയാണ് ചാർജ്, എറണാകുളം ആലപ്പുഴയാണ് പ്രധാനപ്പെട്ട 2 ജില്ലകളാണ്. അപ്പോൾ അതൊക്കെ പറ്റാവുന്ന രീതിയിൽ പരിമിതികൾക്കുള്ളിൽ ഒതുങ്ങി നിന്നുകൊണ്ട്, കാരണം വലിയ സാമ്പത്തിക പ്രശ്നമാണ്. കാരണം കയ്യിലുള്ള കാശ് ചിലവാക്കി ആണ് ഇതൊക്കെ ചെയ്യേണ്ടത്. ഒരു രൂപ മറ്റൊരു രീതിയിൽ ഭരണകക്ഷിയാന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. ഒരു രൂപ സംസ്ഥാന കമ്മിറ്റി ഇതുവരെ സഹായിച്ചിട്ടുണ്ടാവില്ല. യാത്ര നമ്മളൊക്കെ ഇത്രയും പ്രായമായതുകൊണ്ട് പഴയ പോലെ ബസ്സിൽ തൂക്കി പിടിച്ചിട്ടോ അല്ലെങ്കിൽ വണ്ടിയിൽ ഇരുന്നിട്ടോ ഒന്ന് യാത്ര ചെയ്യാൻ പറ്റില്ല എന്നറിയാമല്ലോ. അപ്പോൾ അതുകൊണ്ട് നമ്മളിപ്പോൾ ഒരു മീറ്റിംഗ് വിളിച്ചാൽ തിരുവനന്തപുരത്ത് പോയി വരണമെങ്കിൽ നമുക്ക് 2,000-3,000 രൂപ ചിലവാകും. അതൊക്കെ കയ്യിൽ നിന്ന് എടുത്തിട്ടാണ് ചിലവാകുന്നത്. അപ്പോൾ പാർട്ടിയുടെ ഒരു സഹായവും ഒരു സമയവും കിട്ടിയിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും ഒരു പ്രവർത്തിക്കുന്നതിലും ഒരു വിമുഖത
അനുഭവപ്പെടാൻ തുടങ്ങി. കാരണം നമ്മൾ ചെയ്യുന്ന അതിന് റിസൾട്ടും വേണ്ടേ. അപ്പോൾ ആത്മാർത്ഥമായിട്ട് ഇതുവരെ ചെയ്തിട്ടില്ലായിരുന്നു. പക്ഷേ ഇനിയിപ്പം എത്ര കാലം അത് തുടരാൻ പറ്റും എന്നുള്ളത് പറയാൻ പറ്റില്ല. ഈ PC ചാക്കോ ആണോ പ്രശ്നം? ചാക്കോ വന്നതിന് ശേഷമാണ് സത്യത്തിൽ കേരളത്തിൽ NCPയുടെ ഒരു സാന്നിധ്യം എല്ലാ ജില്ലകളിലും എല്ലാ ബ്ലോക്കുകളിലും അറിയിച്ചത്. എല്ലാ ബ്ലോക്കിലും കമ്മിറ്റികൾ, ഓഫീസുകൾ, ജില്ലാ കമ്മിറ്റികൾ, ജില്ലാ ഓഫീസുകൾ, അതുപോലെ പലവിധ പ്രവർത്തനങ്ങളൊക്കെ ചാക്കോ വന്നതിന് ശേഷമാണ്. അത് ഇടതുമുന്നണി തന്നെ വലിയൊരു അംഗീകാരം സത്യത്തിൽ മനോജൊക്കെ കാണാറുണ്ടാവും. ചിലപ്പോൾ ഒരു വലിയ സമ്മേളനം നടക്കുമ്പോൾ CPM കഴിഞ്ഞ് CPI കഴിഞ്ഞാൽ NCP പ്രസംഗിക്കാൻ വിളിക്കുക, NCP അത് കൺസിഡർ ചെയ്യുക. കാരണം ഒരു ദേശീയ പാർട്ടി എന്നുള്ളതിൽ മാത്രമല്ല കേരളത്തിൽ വളരെ സജീവമായി പ്രവർത്തിക്കുന്ന ഒരു പാർട്ടി എന്ന നിലയിൽ വളരെ ശക്തമായിട്ടായിരുന്നു ചാക്കോൻ്റെ നേതൃത്വത്തിൽ മുമ്പോട്ട് പോയത്. പക്ഷേ ഇപ്പോൾ വന്ന ഈ സമീപകാലത്ത് വന്ന പ്രശ്നങ്ങളൊക്കെ പാർട്ടിയുടെ കെട്ടുറപ്പിനെ ബാധിച്ചു എന്നുള്ള കാര്യം തർക്കമില്ല. അതുകൊണ്ട് ഇനിയും മുമ്പോട്ട് എങ്ങനെ പോകാൻ പറ്റും എന്നുള്ളത് എല്ലാവരും കൂടി ചോദിച്ച് പറഞ്ഞ മീറ്റിങ്ങിൽ സ്വാഭാവികമായും ഇത്തരം പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ച് നേരെ പോയില്ലെങ്കിൽ പാർട്ടി ബന്ധം തങ്ങൾ അവസാനിപ്പിക്കും. ഇപ്പോൾ നന്നാവുന്നില്ലെങ്കിൽ ചിലപ്പോൾ രാഷ്ട്രീയ പ്രവർത്തനം നിർത്തുവാനോ അല്ലെങ്കിൽ പാർട്ടി ബന്ധം അവസാനിപ്പിക്കുവാനോ തയ്യാറാകേണ്ടി വരും. ഇത് നല്ല നിലയിൽ മുമ്പോട്ട് പോകുന്നില്ലെങ്കിൽ അത്രയും വലിയ പ്രയാസം. ഞാൻ മാത്രമല്ല, അത് നിരവധി ആളുകൾ എന്നോട് ചേർന്ന് നിൽക്കുന്ന ആളുകളും ചേർന്ന് നിൽക്കാത്ത ആളുകളും എല്ലാവരും പല ആളുകളും ആ രീതിയിൽ ചിന്തിക്കുന്ന ആളുകളുണ്ട്. AK ശശീന്ദ്രൻ കണ്ണൂർ ജില്ലക്കാരൻ കൂടിയാണ്. അപ്പോൾ കണ്ണൂർ ജില്ലാ കമ്മിറ്റിയുടെ ഒരു പിന്തുണ AK ശശീന്ദ്രനുണ്ടോ ശരിക്കും? ഞാൻ നേരത്തെ പറഞ്ഞ അതൊക്കെ സംഘടനാ കാര്യങ്ങളാണ്, അതൊക്കെ തുറന്നു പറയാൻ പറ്റില്ലെങ്കിലും നേരത്തെ ഞാൻ സൂചിപ്പിച്ചു. ബഹുഭൂരിപക്ഷം ജില്ലാ കമ്മിറ്റികളും ശശീന്ദ്രൻ കെ തോമസിനെ മന്ത്രിയാക്കണം എന്നുള്ള അഭിപ്രായത്തിലായിരുന്നു. എന്തായാലും വളരെ തുറന്നു തന്നെ NCPയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി MP മുരളി നമ്മളോട് കാര്യങ്ങൾ വിശദീകരിച്ചിട്ടുണ്ട്. NCPയിൽ അദ്ദേഹം അതൃപ്തനാണ്. ഈ പ്രശ്നങ്ങൾ, അതായത് പാർട്ടിയിൽ ഇപ്പോഴുണ്ടായിട്ടുള്ള പ്രശ്നങ്ങൾ, അത് സംഘടനയെ നല്ലതുപോലെ ബാധിച്ചിട്ടുണ്ട്. പലരും അതൃപ്തിയോടെയാണ് ആ പാർട്ടിയിൽ നിൽക്കുന്നത്. ഈ പ്രശ്നങ്ങൾക്ക് ശാശ്വതമായ ഒരു പരിഹാരം കണ്ടെത്തിയില്ലെങ്കിൽ തന്നെ പോലുള്ള പലരും ഈ പാർട്ടിയിൽ കാണില്ല എന്ന് തന്നെയാണ് അദ്ദേഹം തുറന്നു പറയുന്നത്. സംഘടനാ പ്രവർത്തനത്തിന് പാർട്ടിയിൽ നിന്ന് ഫണ്ട് ലഭിക്കാത്ത പ്രശ്നം അത് ഒരു MP മുരളിയുടെ മാത്രം പ്രശ്നമല്ല, ഒരു സംസ്ഥാന ജനറൽ സെക്രട്ടറിയുടെ മാത്രം പ്രശ്നമല്ല. അത് അദ്ദേഹത്തെ പോലെ മറ്റ് ഭാരവാഹികളും അനുഭവിക്കുന്നുണ്ടാകും. അത്തരം വിഷയങ്ങളൊക്കെ തന്നെ പരിഹരിക്കാതെ ഇനി ഈ പാർട്ടിക്ക് മുന്നോട്ട് പോകാൻ കഴിയുമോ? മന്ത്രിമാറ്റവുമായി ബന്ധപ്പെട്ട തർക്കം തൽക്കാലത്തേക്ക് പരിഹരിച്ചു എങ്കിൽ കൂടി ആ പ്രശ്നത്തിലെ മറ്റ് അലയൊലികൾ ഇനി ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്നുകൂടി അദ്ദേഹം വ്യക്തമാക്കുന്നുണ്ട്. ഈ പ്രശ്നങ്ങൾക്കൊക്കെ തന്നെ പരിഹാരം കാണുക എന്നത് പാർട്ടി നേതൃത്വത്തിൻ്റെ ചുമതലയുമാണ്. എന്തായാലും സമീപ കാലത്ത് തന്നെ വലിയൊരു പ്രഖ്യാപനങ്ങളിലേക്ക് ഒക്കെ പോകാനുള്ള സാധ്യത കൂടി നമുക്ക് ഈ ഘട്ടത്തിൽ തള്ളിക്കളയാൻ കഴിയില്ല. എന്തായാലും കണ്ണൂർ വിഷ്ണുവോട് ഇത്രയും മനസ്സ് തുറന്ന് സംസാരിച്ച MP മുരളിക്ക് പാർട്ടിയിൽ NCPയിൽ തുടർന്ന് വീണ്ടും നല്ല രീതിയിൽ പ്രവർത്തിക്കാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. എന്തായാലും അടുത്ത ഒരു അതിഥിയുമായി നമുക്ക് അടുത്തയാഴ്ച വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.